ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു, ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഞങ്ങൾ ഇവിടെ വെളിയിലിരുന്നാൽ ഞാനിത് എടുക്കുന്നത്, അതുകൊണ്ട് ഇച്ചിരി സൗണ്ടൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ വന്നിട്ട് പിറ്റേ ദിവസം എനിക്കാണെങ്കിൽ ഇത്തിരി വയ്യായി. അതായത് ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ തന്നല്ലേ വന്നേ, അതുകൊണ്ട് നമുക്ക് 10:30 ഫ്ലൈറ്റ് ആയിരുന്നു. എങ്കിലും ഞങ്ങൾ വീട്ടിൽ നിന്നൊരു 6:30 ആണ് ഇറങ്ങി. കാരണം ഇച്ചിരി നേരത്തെ വന്നാൽ കുഴപ്പമില്ലല്ലോ, ലേറ്റായാലല്ലേ കുഴപ്പം. അതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഒരു 2-2.5 മണിക്കൂർ ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു. പിന്നെ ഫ്ലൈറ്റിലിരുന്ന് ഞാൻ ഈ വോമിറ്റിങ്ങിൻ്റെ ഗുളിക കഴിച്ചിട്ട് പോയതുകൊണ്ട് അങ്ങ് മാണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട് ഇവിടെ വന്നിട്ട് എനിക്ക് ഇത്തിരി വയ്യാഴിയായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ അന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ളപ്പം ഇച്ചിരി തയ്യാർ ചെയ്ത വീഡിയോയും പിന്നെ ഫ്ലൈറ്റിൽ അന്നത്തെ ഞങ്ങൾ ട്രാവലിങ് സ്റ്റാർട്ടിങ് ഡേയിലും ഒത്തിരി പേര് ചോദിച്ചു, നാട്ടിലെത്തിയോ, എന്തുകൊണ്ട് വിശേഷം. ദാണ്ട ഇവിടെ ഇരുന്നിട്ട് നല്ല ക്ലാരിറ്റി ഉണ്ട്, ലിപ്റ്റിക്കൊക്കെ ഇട്ടതുപോലെ ഉണ്ട്. അപ്പം പിന്നെന്താ പറയുന്നത്, എനിക്കാണെങ്കിൽ ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കണമെന്നുള്ളൊരു ചിന്തയില്ല. പിന്നെ എഡിറ്റിങ്ങിൻ്റെ സമയം അവിടെ ആകുമ്പോൾ നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടല്ലേ. ഇവിടെ വന്ന് അമ്മയൊക്കെ ആയിട്ടൊക്കെ നമുക്ക് സംസാരിച്ച് തീർക്കാൻ സമയം കിട്ടുന്നില്ല. ഇങ്ങനെ ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇവിടെ രാത്രിയിലാണേലും പെട്ടെന്ന് കിടക്കുമല്ലേ. എന്നാൽ പോള് പറയാം, അയ്യോ ഇങ്ങനാണെങ്കിൽ പിന്നെ രാവിലെ എപ്പോൾ എണ്ണീക്കും. ഞാൻ പറഞ്ഞ് എണീറ്റിട്ട് ഇരുന്ന് രാവിലെ ഇരുന്ന് പ്രാർത്ഥിച്ചോണ്ടിരുന്നു. അങ്ങനെ പിന്നെ എഡിറ്റിങ്ങിന് ഇച്ചിരി അവിടെ എന്ന് പറയാൻ നമുക്ക് അടച്ചിട്ട് ഇരിക്കാം. ഇവിടെ എന്ന് പറയുന്നത് ഇങ്ങനെ സംസാരമൊക്കെ എന്നിട്ടും കഴിവതും ഇവർ അനങ്ങാതെ ഇരിക്കുമായിരുന്നു. പിന്നെ എന്തുവാ, അതുകൊണ്ടൊക്കെ ഇത്തിരി സൗണ്ടിൻ്റെ ഒക്കെ പ്രോബ്ലം വരും. ഒത്തിരിയും പേര് നോക്കിയിരിക്കുക ഇവിടുത്തെ വീഡിയോ. കൂടുതൽ ചക്കയും വകയൊക്കെ കാണാനാ. കൊച്ചുങ്ങളും നാത്തൂനും ഇവിടെ ഇല്ല, അവർ 2 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. കാരണം ഞാൻ പറഞ്ഞായിരുന്നല്ലോ അന്ന്. അതുകൊണ്ട് ഇവിടെ ആണെങ്കിലുണ്ടല്ലോ കുഞ്ഞ് കൊതുകൊണ്ട് വെളിയിലിരിക്കാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ എത്രയ്ക്കാന്നേലും പിള്ളേരെ ഓടോമോസ് ഇട്ടിട്ട് ഒരു പ്രയോജനമില്ലെങ്കിൽ വാരി ചൊറിയുക. നമുക്കൊക്കെ അവിടെ എന്ന് പറയുന്നത് രാത്രിയിലെ അങ്ങനെ കൊതുക് അങ്ങനെ വന്നിട്ടുള്ളൂ, അതും വലിയ കൊതുക്. ഇതെന്ന് പറയുന്നത് കുഞ്ഞു കൊതുക്കൾ. അപ്പോൾ ഇനിയും കിട്ടുന്നതൊക്കെ വീഡിയോകൾ എടുക്കാം. കുഞ്ഞന്മാർ വന്നിട്ട് അവന്മാരുമായിട്ടുള്ള വീഡിയോ ആയിരിക്കും എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ കുക്കിംഗ് ഒക്കെ കണ്ട് നിങ്ങളും അടുത്തതല്ലേ. അപ്പോൾ ഇനിയും നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ, കുഞ്ഞ് വീഡിയോയാ. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഓർത്ത് പറയാം. പിന്നെ ഞങ്ങൾക്ക് എയർപോർട്ടിൽ ഒരു സംഭവം ഉണ്ടായി. ആക്ച്വലി നമ്മൾ എയർ ഇന്ത്യയിലായിരുന്നു എല്ലാ പ്രാവശ്യവും വരുന്നത്. ഇപ്രാവശ്യം അതിൽ ഫുള്ളായതുകൊണ്ട് ഇൻഡിഗോയിൽ എടുത്തു. അപ്പോൾ അതിൽ പിന്നെ റീച്ചാൻ അന്ന് ഓഫീസിൽ ഇരുന്ന എനിക്ക് പറഞ്ഞ ടിക്കറ്റ് അങ്ങനെ കിട്ടാതിരിക്കുമായിരുന്നു. കാരണം ടിക്കറ്റ് കിട്ടും, നല്ല റേറ്റിലുള്ള ഒരു ഇച്ചിരി കുറഞ്ഞുള്ള ടിക്കറ്റ് ആ സമയത്തായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഓഫീസിൽ ഇരുന്ന് പറഞ്ഞ് ഇങ്ങനെ ഇത്രാം തീയതി ടിക്കറ്റ് ഉണ്ട്, എടുക്കട്ടെ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെ എടുക്കുന്നു. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഫുഡില്ല, എന്താ വേണം. ഞാൻ പറഞ്ഞു സാരമില്ലെന്ന്. അപ്പോൾ പെട്ടെന്ന് എടുക്കുമായിരുന്നു, തീർന്ന് അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീടാണ് അറിഞ്ഞത് നമുക്ക് പിന്നെ എക്സ്ട്രാ ഫുഡ് വേണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കണം, നല്ല റേറ്റും ആയിരുന്നു. അപ്പോൾ ആദ്യം എന്നോട് റീച്ചാന്ന് പറഞ്ഞാൽ 8 മണിക്ക് പിന്നെ ഫ്ലൈറ്റാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചാൽ 8 മണിക്ക് കയറിയാൽ 10 മണിയാകുമ്പോൾ നാട്ടിൽ ചെല്ലുമല്ലോ. നാട്ടിൽ ചെന്ന് എവിടെയെങ്കിലും വല്ല ഹോട്ടലിലോ അങ്ങനെ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നുള്ള അർത്ഥമായിരുന്നു. പിന്നെ അല്ലേ വിശദമായിട്ട് അറിഞ്ഞത് 10:30 ഫ്ലൈറ്റാണ്, 8 മണിക്ക് എയർപോർട്ടിൽ എത്തണമെന്ന ആൾ പറഞ്ഞത്. ഞങ്ങളുടെ രണ്ടിൻ്റെയും അണ്ടർസ്റ്റാൻഡിങ് ഇത്തിരി ഇത് വന്നു. അതുകൊണ്ട് ഞങ്ങൾ ഫുഡൊന്നും വേണ്ടെന്നുള്ള അർത്ഥത്തിലാണ് ടിക്കറ്റ് എടുത്തത്. പിന്നെ റേച്ച ശരിക്കത് വായിച്ച് നോക്കിയില്ലെന്ന് തോന്നുന്നു. നമ്മൾ ലഗേജ് കൊണ്ട് വെക്കാൻ നേരം ഒരാൾക്ക് 15 കിലോ എന്ന രീതിയിൽ ഞങ്ങൾ 45 കിലോ പിന്നെ ഒരു 4 ബാഗ് ഉണ്ടായിരുന്നു. ഒരു പെട്ടിയും ഒരു വലിയ പെട്ടി, ഒരു കൊച്ചു പെട്ടി, പിന്നെ ബാഗ്, പിന്നെ വേറെണ്ണം, 4 ബാഗ്. അവിടെ കൊണ്ട് ചെന്നുടനെ അവിടെ അവർ എടുത്ത ഉടനെ പറഞ്ഞു ഒരാൾക്ക് ഒരു ബാഗേ പറ്റത്തുള്ളൂ, പിന്നെ കയ്യിൽ 7 കിലോ പറ്റും. അപ്പം നമുക്ക് കയ്യിലും ഓൾറെഡി ആയായിരുന്നു വെയിറ്റ് 7 കിലോ, അത്ര നമ്മൾ തൂക്കിയാൽ പോയത്. അപ്പോൾ അവർ പറഞ്ഞു ഒരാൾക്ക് ഒരു ബാഗേ ഒക്കത്തുള്ളൂ, എക്സ്ട്രാ ബാഗാണെങ്കിൽ 1000 രൂപ പേ ചെയ്യണമെന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ബാഗ് വെളിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ. ഞാൻ പറഞ്ഞ് ഇപ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഇതിൽ വെച്ച് നമ്മളിപ്പം
അത് കൊടുക്കുന്നത് എങ്ങനെയാ, നമുക്കത് ഇത് കൊണ്ടുപോകാൻ തന്നെ വേണമെന്ന്. എന്നിട്ട് ആ പെങ്കൊച്ച് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ പിന്നെ ഹാൻഡിൽ കരുതാനാണെങ്കിൽ 2 ബാഗേ ഉള്ളെങ്കിൽ 1 ബാഗ് കൂടെ കൊണ്ടുപോകും, ഇത് ഫുഡിൻ്റെ ആണെങ്കിൽ ഇതങ്ങ് കൊണ്ടുപോകാൻ സാരമില്ല. ഞാൻ പറഞ്ഞു ഓൾറെഡി ഞങ്ങൾക്ക് 3 ബാഗ് കയ്യിലും ഉണ്ട്, ഒക്കത്തില്ല. പിന്നെ 1000 രൂപ പേ ചെയ്യേണ്ടി വന്നു അവിടെ. നമുക്കറിയത്തില്ലായിരുന്നു. റീച്ചൻ ചോമിന് വായിച്ച് നോക്കില്ല. ഇൻഡിഗോയ്ക്കകത്ത് ഫുഡ് നമുക്ക് കൊണ്ടുപോകാം നമുക്ക്. എന്നിട്ട് എൻ്റെ റീച്ചൻ പറഞ്ഞ എന്തു വന്നേലും അറിയാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ റീച്ചൻ പറഞ്ഞ് ഇങ്ങനെ കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ ഒരു ഡൗട്ട് കൊണ്ട് റീച്ചൻ ഈ പിള്ളേർക്ക് വേണമെങ്കിൽ ബേലൊക്കെ കരുതിയായിരുന്നു. അതൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ ബാഗിൽ 2 സ്വീറ്റ് ബൺ എടുത്ത് വെച്ചിരുന്നു നമുക്കറിയാൻ വേണ്ടി. പക്ഷേ ഒരു കുഴപ്പമില്ലായിരുന്നു. അത് അവർ ചെക്ക് ചെയ്തിട്ട് ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് കയറിയുണ്ടേ ഇവന്മാർ കുറച്ച് നേരം കഴിഞ്ഞുണ്ടേ വിശക്കുന്ന. അതാ അവിടെ ഒരു ബർഗറിന് 300 രൂപ, ഒരു കോഫിക്ക് 200 രൂപ. എന്നിട്ട് ഞങ്ങൾ ഇവർക്ക് കഴിക്കാൻ വേണ്ടി പിള്ളേർക്ക് പിന്നെ അതിൻ്റെ അകത്തൊന്നും വാങ്ങിക്കേണ്ടി അന്യായ വില കൊടുത്ത്. അപ്പോൾ അത് എന്തായാലും 400-500 രൂപയുടെ സാധനം വാങ്ങിച്ച് ഓരോ കടി. എന്നിട്ട് അതിൻ്റെ അകത്ത് കയറിയ ഉടനെ എൻ്റെ ദൈവമേ അതതിൻ്റെ അപ്പുറം എന്തുവാന്നേലും ഇനി ആകുമ്പോൾ നമുക്ക് ഫുഡൊക്കെ കൊണ്ടുപോകാൻ പറ്റും. എല്ലാവരുടെയും കയ്യിൽ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, എല്ലാവർക്കും ഒരബദ്ധം പറ്റുമല്ലേ. ആര് പറഞ്ഞു? അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ ബോംബെയിലുള്ള സമയത്തെടുത്ത വീഡിയോയാ. അപ്പോൾ അതും ഞങ്ങൾ വരുന്നതിന് മുമ്പിട്ട് അവർക്ക് കുറേ തയ്യാറായി ചെയ്തു വെച്ചതൊക്കെ അതൊക്കെയുള്ളൊരു കുഞ്ഞു വീഡിയോയാ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ മസാല ദോശ എന്ന് പറയാൻ ഞാൻ ഇതിൻ്റെ തലേ ദിവസം വീഡിയോ ഇപ്പോൾ 2 ദിവസം ഇടാത്തത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഞാൻ കുറച്ച് ഉരുളൻകിഴങ്ങ് മസാല ഉണ്ടാക്കി വെച്ചായിരുന്നല്ലേ, അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നല്ലേ, അതെടുത്ത് ഇന്ന് ഇങ്ങനെ ദോശയ്ക്കകത്ത് ദോശമാവ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ ഇതിൽ വെച്ചിട്ട് മസാല ദോശ പോലെ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പം അതൊന്ന് ചെയ്തെടുക്കട്ടെ പെട്ടെന്ന്. അപ്പോൾ ചായ അപ്പുറത്ത് റെഡിയാവുന്നുണ്ട്, പാലും റെഡിയാവുന്നുണ്ട്. അന്നേരം ഞാൻ വന്നു കഴിഞ്ഞ് ആ ഷോപ്പിങ്ങിൻ്റെ വീഡിയോയ്ക്ക് ഞാൻ ആർക്കും കമൻറ്റിന് റിപ്ലൈ കൊടുത്തില്ല. അതുകൊണ്ട് ഞാൻ അതിനെല്ലാം റിപ്ലൈ തരാം കേട്ടോ. ഒത്തിരി ബിസിയും അതൊക്കെ ആയിപ്പോയി. കുറേ പേര് വാട്സപ്പിലൊക്കെ മെസ്സേജ് ചെയ്തു ബിജി നാട്ടിലെത്തിയോ, നാട്ടിലായിരിക്കുമല്ലോ. എല്ലാം ഒത്തിരി സന്തോഷമുണ്ട്, ഇപ്പം നാട്ടിലെത്തി. എല്ലാവരുടെയും അന്വേഷണത്തിന് ഒത്തിരി നന്ദിയെ. എന്നേക്കാൾ കൂടുതൽ പലരും ഞാൻ നാട്ടിൽ വരുന്നതും അതിൻ്റെ വീഡിയോ കാണാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട്. അതെല്ലാവർക്കും ഞാൻ വീഡിയോ ക്രമേണ എനിക്ക് എടുക്കാൻ പറ്റുന്നതനുസരിച്ച് എടുക്കാം. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്യാനും മറക്കുന്നു, വീഡിയോ എടുക്കാനും മറക്കുന്നു എല്ലാം. അവിടെ ആകുമ്പോൾ നമുക്ക് നമ്മളുടെ ഒരു എന്താ പറയുന്നത്, നമ്മളുടേതായ ഒരു ലോകം. ഇവിടെ അമ്മയുടെയൊക്കെ അടുത്ത് സംസാരം ഞങ്ങൾക്ക് തികയുന്നില്ല സമയം സംസാരിക്കാൻ. ഇപ്പം ഞങ്ങൾ ഉള്ളി വഴറ്റാം. എത്ര ഉള്ളി എടുത്ത്? ഇത് ഓണല്ലായിരുന്നു. അപ്പം ഞാൻ വരുന്നതിൻ്റെ തലേന്ന് ഇവർക്ക് ബീഫൊക്കെ ഇച്ചിരി ഉണ്ടാക്കി വെക്കാമെന്ന് വെച്ചു. അപ്പം ഞാൻ ഈ വീഡിയോ ഓണാക്കി എല്ലാം സെലക്ട് ചെയ്ത് ഓണാണെന്നും പറഞ്ഞിരുന്നിയാ. പക്ഷേ ഓണൊന്നും അല്ലായിരുന്നു. എല്ലാം ഞാനത് പറഞ്ഞത് മൊത്തവും ഒന്നും കിട്ടിയില്ല. ഞാനൊരു 3 കിലോ ബീഫാണ് കറി വെക്കുന്നത്. അപ്പം ഞാൻ ബീഫ് കുക്കറിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒരു 2 കുടം വെളുത്തുള്ളി, ഒരു 8 സവാള, ഒരു 2-3 കഷ്ണം ഇഞ്ചി ഇത്ര ഇട്ടതൊന്ന് വഴറ്റിയെടുക്കട്ടെ. ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് അത് നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. നന്നായി വഴന്ന് വന്നിട്ട് ഞാൻ പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കൂടെ മഞ്ഞൾപ്പൊടി, ഒരു 1-2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തു. എന്നിട്ട് ഒരു 7 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 6 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ ഗരം മസാലയും ഇത്രയും ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഞാൻ വേവിച്ച ബീഫ് കൂടി ഇട്ട് കൊടുത്തു. ഇതെല്ലാം വീഡിയോ എടുത്തെന്നും പറഞ്ഞുള്ള എൻ്റെ ഒരു ചിന്തയായിപ്പോയി. ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് പ്രസ് ചെയ്തില്ല, ധൃതി ആയതുകൊണ്ടേ. അപ്പം ഞാൻ ബീഫൊക്കെ അവർക്കുണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ അവർക്ക് ചപ്പാത്തി എന്തുവാണെന്ന് വെച്ചാൽ എടുത്ത് കഴിക്കാമല്ലേ, അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഒരുക്കി വെച്ചു. ഇനിയും കാണിക്കുന്നത് ഞങ്ങൾ വരുന്ന ദിവസം ഉള്ളതായിരുന്നു. അപ്പോൾ ഇത് ഫ്ലൈറ്റിൽ ഞങ്ങൾ എടുത്തതാണ്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് തന്നെ ഇച്ചിരി ഫുഡ് വാങ്ങിച്ചതാണ്.
പിള്ളേർക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ അത് അവരെടുത്ത് കഴിക്കുക. അപ്പോൾ അവന് കുടിക്കാൻ വേണമെന്ന് പറഞ്ഞ ഒരു കൊക്കക്കോളയും കൊക്കക്കോളയാണ് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇത്രയും ക്യാഷിന് ഇട്ടുകൂടെ ഇതിനാണ് 200 രൂപ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനിയുള്ള വീഡിയോ ലാൻഡ് ചെയ്യാറാണ് പോൾമോൻ എടുത്ത വീഡിയോയാണ്. അതുകൂടെ ഒന്ന് ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ടേ. ഞാനില്ലേ വൊമിറ്റിങ്ങിന് ഗുളിക കഴിച്ചിട്ടാണ് വന്നത്. ഞാനിങ്ങനെ മാണ്ട് കിടക്കുക. എനിക്കങ്ങ് ഉറക്കം വരും. ആ ഗുളിക കഴിച്ചാൽ ഇതാ പരിപാടി, ഉറക്കം വരും. എന്തോ അതിൽ വൊമിറ്റിങ് ചെയ്തില്ല, ഇങ്ങനെ ഉറങ്ങിയിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ എത്തി. എന്നിട്ട് ഈ ലഗേജിൻ്റെ അവിടെ താമസിച്ചത്. ഒരു ബാഗ് വന്നു, അത് കഴിഞ്ഞ് അടുത്ത ബാഗ് വരാനായിട്ട് ഒത്തിരി സമയമെടുത്തെന്നുള്ള. ഈ കിടക്കുന്ന ബാഗുകൾ തന്നെ കറങ്ങി വന്നിട്ടും നമ്മുടെ ബാഗുകൾ വന്നില്ല. അപ്പം ലഗേജ് എടുക്കാൻ ഒത്തിരി സമയമെടുത്തു ഇവിടെ. അപ്പം ബ്രദർ ഫോൺ ചെയ്തായിരുന്നു, എന്തിയെ ഞാനിവിടെ വാതുക്കെ തന്നെ നിൽപ്പുണ്ട് വണ്ടിയും കൊണ്ട്. അവർ നേരത്തെ വന്ന് നിൽക്കുമോ വണ്ടിയും കൊണ്ട്. അപ്പം ഞങ്ങൾ ഇറങ്ങിയിട്ട് പറഞ്ഞായിരുന്നു എനിക്കാണെങ്കിൽ ഇത്തിരി എന്തെങ്കിലും തണുത്തത് കുടിക്കണമെന്നുള്ള. ആകെ ഒരു മാണ്ടിരിക്കുമല്ലേ. അപ്പം ബ്രദർ പിന്നെ ഒരു സാധാ നാരങ്ങ വെള്ളം കടയിൽ കയറി. ആ ഗ്ലാസ് കണ്ടപ്പോഴേ പോൾ പറയുമോ ഇത്രയും വലിയ ഗ്ലാസ് വന്നു. സോഡാ നാരങ്ങ ആയിരുന്നു, നല്ലതായിരുന്നു. 25 രൂപ ഒരു ഗ്ലാസ്സിന്. പോൾ പറയോ അതൊരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മുടെ ക്ഷീണവും മാറും, വയറും നിറയും, അത്രയ്ക്കുണ്ട്. ഇങ്ങനെ ഈ പിഴിഞ്ഞ ആ നാരങ്ങയുടെ മണമൊക്കെ വന്നപ്പോഴേ നമ്മുടെ ആ അസ്വസ്ഥത കുറച്ചത് കുറഞ്ഞു. ഇതവിടെ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു കടയാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഡ്രൈവർ പറഞ്ഞ ഇത്രയും വിലയാണ്. പ്രൈസാണ് ഇവിടെ ഇരുന്ന് കളിയാണ്. ഇവിടെ പിള്ളേരില്ലല്ലോ, അതുകൊണ്ട് അവൻ വെളിയിൽ പോയിട്ട് ഭയങ്കര കൊതുക്. ഞങ്ങൾക്ക് അവിടെ നിന്ന് പറയാൻ രാത്രിയിലെ കൊതുകുണ്ട്, പകലില്ല. ഇവിടെ ഇല്ലെങ്കിൽ ഭയങ്കര കൊതുക്. ഒഡോമോസ് തേച്ചിട്ട് പോയിട്ട് കൊതുക് അങ്ങനെ കയറി വന്നേ. പോള് പിന്നെ അങ്കിളിൻ്റെ കൂടെ ഉണ്ടകത്ത്. അപ്പോൾ കാപ്പി കുടിക്കാൻ കൊണ്ട് കൊടുത്തതാ. കുടി, ചൂടാണോ? നല്ല ഓമയ്ക്ക, ഫ്രഷ് ഓമയ്ക്ക ഇപ്പം പറിച്ചുകൊണ്ട് വന്ന് ചെത്തിയെടുത്തതാണ്. ഇത് പിന്നെ പഴുക്കാനാണെന്ന് പറഞ്ഞ് ആങ്ങളെ പോയി പറിച്ചതാണ്. കർപ്പൂര. അപ്പം അത് കർപ്പൂര മാങ്ങയൊന്നും നമുക്ക് പഴുപ്പിക്കാൻ ഒക്കത്തില്ല. എന്നാലും 5-6 വെച്ചിട്ടുണ്ട്. അത് കീറുമ്പോഴേ ഇങ്ങനെ ആവും. അതുകൊണ്ട് അങ്ങ് അച്ചാറിടാൻ എടുക്കാമെന്ന് വെച്ച്. ഇത് മൂവാണ്ട മാങ്ങയാണോ കർപ്പൂര മാങ്ങയാണോ? ഈ ചെത്തുന്നത് ഇവിടെ ഇരുന്നത് മൂവാണ്ടനാ അല്ലേ? മൂവാണ്ടന.
മൂവാണ്ട മാങ്ങ പൈസ കുറെ നേരം ഉണ്ടങ്ങ് വെട്ടം പറയാതെ മാറിക്കാ പോളെ. कुछ भी नहीं हो रहा है, मैं उधर खड़ा हो तो भी नहीं हो रहा. ഇതിനകത്ത് ഇനി ഉപ്പ് എന്തിയാ ഉപ്പ്. ഉപ്പ് ഇച്ചിരി മുളക് പൊടി ഇച്ചിരി ഒഴിച്ച് കൊടുത്താൽ അല്ലെങ്കിൽ എരിയായിരിക്കും മുമ്പിൽ. വെളിച്ചെണ്ണ എന്തിയെ ഇതോ അല്ല അപ്പുറത്ത് ഉപ്പിന്റെ അവിടെ ഇതോ ഇച്ചിരി വെളിച്ചെണ്ണ. ആ ചെറുതിന് ഒട്ടും പുളിയില്ല. അയ്യോ ചെറുത് പഴുത്തതാ, അത് പഴുത്തതാ. തിന്നോ. ആ പുളി കണ്ടോ? എന്തോലും പറയടാ പ്രശ്നം എങ്ങനെ ഉണ്ടെന്ന്. ചമ്മന്തിയുടെ ടേസ്റ്റ് കടിക്കാൻ തുടങ്ങുന്ന ചമ്മന്തിയുടെ ടേസ്റ്റ്. അത് മുളകും ഉപ്പും മുളകും വെളിച്ചെണ്ണ ആയോണ്ടാ. ഇത് ഉപ്പും മുളകും ഇട്ടോണ്ട് അപ്പോൾ ഒരു ഇച്ചിരി ചക്ക ഇവരെടുത്തതിൻ്റെ ബാക്കി ഇത്തിരി ഫ്രിഡ്ജിൽ ഇരുന്നതാ. അതിന്നെടുത്ത് വേവിക്കുക. അല്ലാതെ പുതിയ ചക്കയല്ല എടുത്തത്. ഇച്ചിരി മഴയൊക്കെയാ, അതുകൊണ്ടങ്ങനെ ഞാൻ പറഞ്ഞു നിന്നാൽ അത് എടുക്കാമെന്ന്. ഇവരും ചക്ക നോക്കിയിരിക്കും. അപ്പോൾ ഇച്ചിരി തേങ്ങ തിരുമോ ചക്കയ്ക്ക് വേണ്ടി. ഇന്ന് ചക്കക്കുരു എടുക്കണ്ട, ചക്ക ചക്കക്കുരു കൂടെ. അപ്പോൾ ഇന്നലത്തെ എല്ലാം ഇട്ടുകൊണ്ട് വന്ന തുണികളെല്ലാം കഴുകാനിട്ടായിരുന്നു. അതൊക്കെ എടുത്തൊന്ന് വെയിലത്തിടണം. നല്ല വെയിലുണ്ട് ഇപ്പം. വെയിലിങ്ങനെ വന്നും പോയും ഒക്കെ നിൽക്കുക. ഇപ്പം പെയ്യുമെന്നും പറഞ്ഞ് നിൽക്കും, പിന്നെ വെയിൽ നല്ലതായിട്ട് വരികയും ചെയ്യും. അപ്പോൾ അതെല്ലാം അങ്ങ് വിരിച്ചിട്ട് ഇച്ചിരി ഒന്ന് വെള്ളം തോന്നാൽ പിന്നെ സീറ്റ് ഔട്ടിലങ്ങാണ് എടുത്തിടാം. എൻ്റെ കണ്ട് ഞങ്ങളുടെ കാന്താരി ഇഷ്ടം പോലുണ്ട്. രണ്ട് പിച്ചി തിന്നട്ടെ. കുരുട്ടനാ, നീളം വെക്കത്തില്ല. കുരുട്ടനാ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേരെ. അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കണേ കമൻറ്റിൽ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.